ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ നാട്ടിലെ വീഡിയോസും നാട്ടിലത്തെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ നാട്ടിലത്തെ വെക്കേഷനെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സിംഗപ്പൂരേക്ക് എത്തി. അപ്പോൾ ഇതൊരു ബാക്ക് ടു റൂട്ടീൻ വ്ളോഗാണ് കേട്ടോ. എനിക്കാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെയാണ് വർക്കുള്ളത്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5:30 വരെ. പിന്നെ സാറ്റർഡേ സൺഡേ വർക്കില്ല, ലീവാണ്. പണ്ടെല്ലാം കോളേജിൽ പോകുന്ന സമയത്തും വർക്കിന് പോകുന്ന സമയത്തും സ്കിൻ കെയറും എല്ലാം ചെയ്തിട്ട് സുന്ദരിയായിട്ടാണ് പണിക്ക് പോയിക്കൊണ്ടുണ്ടായത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒന്നാമത്തെ ടൈമില്ല, രാവിലെ 7 മണിക്കാണ് എണീക്കുന്നത്. 7:15 എനിക്ക് ഇറങ്ങിയും വേണം. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് സ്കിൻ കെയർ ആയിട്ടൊന്നും ചെയ്യില്ല. ജസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ലിപ്സ്റ്റിക്ക് പിന്നെ എന്തായാലും ഇടണമല്ലോ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ വർക്കിന് പോകല്. അപ്പോൾ എപ്പോൾ ഞാനൊരു 7:20 7:22 ആ ടൈമിൽ ഞാൻ ഇറങ്ങും. അഥവാ 2 മിനിറ്റ് നേരത്തെ ആണെങ്കിൽ മാക്സിമം ഒരു 7:18 ആ സമയത്ത് ഞാൻ ഇറങ്ങും. അതിന് മുമ്പ് എനിക്ക് ഇറങ്ങാൻ പറ്റുകയില്ല. എത്ര ശ്രമിച്ചാലും എനിക്ക് അത്ര നേരത്തെ പോകാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നിട്ട് പോകുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. പക്ഷേ എനിക്ക് നടന്നിട്ട് പോകാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ അധികം ഓടിയിട്ടാണ് പോകില്ല. അപ്പോൾ ഒരു 6 മിനിറ്റ് 7 മിനിറ്റിലെത്തും. ഈ ഓട്ടം ഞാൻ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഇത് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഓടിക്കൊണ്ട് തന്നെ പോലെ ഇപ്പോഴും ഓടിക്കൊണ്ട് തന്നെ പോയി. അഥവാ ഞാൻ ഓടിയിട്ട് എത്തി 2 മിനിറ്റ് ലേറ്റ് ആണെങ്കിൽ അന്നാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക്കും ആയിരിക്കും. എനിക്ക് എൻ്റെ വർക്കിൻ്റെ സ്ഥലത്തേക്ക് ഒരു 10 to 15 മിനിറ്റ് ദൂരമുള്ളൂ. പക്ഷേ ഈ ട്രാഫിക് കാരണം കുറച്ചും കൂടി ടൈം എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബസ് ഇറങ്ങിയിട്ടും ഒരു 7-8 മിനിറ്റ് നടക്കാനുണ്ട് എനിക്ക്. അപ്പം ഞാൻ വേഗം എത്താൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ താഴെ കൂടിയിട്ട് ഫ്ലാറ്റിൻ്റെ അടിയിൽ കൂടി കാർ പാർക്കിങ്ങിൻ്റെ അടിയിലെല്ലാം കൂടിയിട്ടാണ് ഞാൻ പോലെ എപ്പോഴും. അപ്പോൾ അങ്ങനെ പോയാലും അങ്ങനെ ലേറ്റ് ആയാലും 8 മണിക്ക് മുന്നേ ഞാൻ എത്തലുണ്ട് എൻ്റെ വർക്കിൻ്റെ അടുത്തേക്ക്. പിന്നെ എത്തിയ പാടന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആക്കും. കാരണം പോകുമ്പോൾ ഇടുന്നത് കളർ ഡ്രസ്സായിരിക്കും. പിന്നെ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ യൂണിഫോം ഇടും. പണ്ടെല്ലാം എനിക്ക് രാവിലെ ചായ ഇല്ലാണ്ട് പറ്റുകയില്ല. പക്ഷേ ഞാനിപ്പോൾ ചായ രാവിലെ കുടിക്കുന്ന കുറച്ച് നിർത്തി. ഇപ്പം ഞാൻ കോഫി കുടിക്കില്ല. അവിടെ പോയിട്ട് ഞാൻ കോഫി ഉണ്ടാക്കി കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനൊരു ആപ്പിൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഹെൽത്തി ആവുന്നതെന്ന്, ഡയറ്റ് ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു ആപ്പിൾ തിന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കമ്പനിയിൽ വന്നിട്ട് തിന്നാലും കുടിക്കലും മാത്രമേ ഉള്ളൂ എന്ന്. അല്ല ഗൈസ്, ഞാനിവിടെ സിംഗപ്പൂർ തന്നെയുള്ള ഒരു കെയർ ഹോമിൽ റീഹാബിലിറ്റേഷൻ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1 ഇയർ ആവാനായി ഞാനിവിടെ ജോലിയിൽ കയറിയിട്ട്. അപ്പോൾ എൻ്റെ ഈ കമ്പനീൻ്റെ ബാക്കി ഡീറ്റെയിൽസും ജോലീൻ്റെ കാര്യമൊന്നും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രൈവസീൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ചെറിയ 2-3 ക്ലിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ഡോക്യുമെൻറ്റേഷനും പിന്നെ എന്തെങ്കിലും അഡ്മിൻ വർക്ക് മാത്രമേ ബാക്കി ഉണ്ടാവും. ആ സമയത്ത് എന്തെങ്കിലും തിന്നായും വേണം എനിക്ക്. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മൈലോ കുടിക്കുന്നുണ്ട് വൈകുന്നേരം. മൈലോയും പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5:30 വരെയാണ് വർക്ക്. പക്ഷേ അധിക സമയത്തും 5:30 തന്നെ ഇറങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് 5:45 ആ ടൈമിലാണ് ഇറങ്ങിക്കൊണ്ടത്. ആദ്യം ഞാൻ വർക്കിന് പോകാൻ തുടങ്ങിയ സമയത്തെല്ലാം നല്ലോണം ലേറ്റ് ആവലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 5:45 ഉള്ളിൽ ഇറങ്ങാൻ പറ്റലുണ്ട്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ടും വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ കുട്ടി ഫ്രീ ആണെങ്കിൽ കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് വരും എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ രണ്ടാളും ഒന്നിച്ച് നടന്നു പോകും.
പിന്നെ വന്ന പാടന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ, അത് എന്തായാലും മുഖ്യമാണ്. അതിന് എന്തായാലും ചായ കുടിക്കാണ്ട് ഒരു കാര്യവും നടക്കില്ല. അങ്ങനെ പിന്നെ ചായ കുടിച്ച് കുറച്ച് സമയം ഫോണിലെല്ലാം തോണ്ടി അങ്ങനെ കുറച്ച് സമയം വെറുതെ ഇരുന്ന് സമയം കളഞ്ഞ് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് സമയം ഫുഡ് കഴിക്കുമ്പോൾ ജസ്റ്റ് TV നോക്കും നമ്മളെല്ലാവരും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഉറങ്ങും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.